ഈ പ്രാണപ്രസരം കൊണ്ടൊന്നും കാര്യമില്ല. പ്രാണപ്രസരം പരമസത്യമല്ല. ചലിക്കുന്നതൊന്നും പരമസത്യമല്ല. ജനിച്ച് മരിക്കുന്നതൊന്നും പരമസത്യമല്ല. എങ്ങനെ? സത്യത്തിന് ജനിക്കാനും മരിക്കാനും സാധ്യമല്ല. ജനിച്ചു മരിക്കുന്നതൊന്നും വാസ്തവത്തിലില്ല. ഇതാണ് ജനിച്ചു മരിക്കുന്നതാണല്ലോ എനർജി മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള എല്ലാ പ്രപഞ്ചഘടകങ്ങളും. ഇത് വാസ്തവത്തിലില്ല. ഗൗഡപാദാചാര്യരും മറ്റും പറയുന്നത് ആദിയിലില്ല, അന്തത്തിലില്ല. ജനിക്കുന്നതിന് മുൻപ് ഈ എനർജി എവിടെയായിരുന്നു? ഇല്ല. എനർജി മുതൽ ഇങ്ങോട്ടുള്ള സകല പ്രപഞ്ചഘടകങ്ങളും ജനിക്കുന്നതിന് മുൻപ് എവിടെയായിരുന്നു? നമ്മളൊക്കെ തന്നെ. ഇപ്പം എന്തിന് എനർജി പോണു? ഞാനും നിങ്ങളുമൊക്കെ ജനിക്കുന്നതിന് മുൻപ് എവിടെയായിരുന്നു? അതങ്ങനെയായിരുന്നു, അതിനൊന്നും തെളിവില്ല. വെറുതെ ഊഹിക്കാം, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. വെറുതെ പറഞ്ഞതുകൊണ്ടായില്ലല്ലോ, തെളിവില്ല. അപ്പോൾ ജനിക്കുന്നതിന് മുൻപ് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. എവിടുന്ന് ജനിച്ചു എന്ന് നിശ്ചയമില്ല. എന്താ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും നിശ്ചയമുണ്ടോ? എന്തിന് ജനിച്ചു? ഒരു നിശ്ചയവുമില്ല. ചിലർ പറയുന്നത് ജനിച്ചത് എന്തിനാണെന്ന് നിശ്ചയമുണ്ട്, മരിക്കാൻ. അത് നിശ്ചയമായിട്ടും സംഭവിക്കുന്ന ഒരേർപ്പാടാണ്. മറ്റൊക്കെ സംഭവിച്ചാലും കൊള്ളാം, സംഭവിച്ചില്ലെങ്കിലും കൊള്ളാം. അതുകൊണ്ട് മരിച്ചാൽ എങ്ങോട്ട് പോകുന്നു നിശ്ചയമില്ല. കഠോപനിഷത്തിൽ നചികേതസേനോട് ചോദിക്കുന്ന പ്രധാന ചോദ്യം അതാണ്. മരിച്ചാൽ എങ്ങോട്ട് പോകും? വാസ്തവത്തിൽ അന്തിമമായി ഉത്തരം പറയുന്നത് എന്താ? എടോ, ജനിച്ചുമില്ല മരിക്കുന്നുമില്ല. ഇതാണ് ഉത്തരം. അതിരിക്കട്ടെ. എന്തായാലും മരിച്ചാൽ എങ്ങോട്ട് പോകുന്നു എന്നാർക്കും ഒരു നിശ്ചയമില്ല. അത് ആഗ്രഹമനുസരിച്ച് പിന്നെ ഒരു ശരീരം സ്വീകരിക്കും. അത് സ്വീകരിച്ചാലും പിന്നെയും പോകുമല്ലോ. ഇതെപ്പോഴാണ് ഒടുവിൽ പോകുന്നത്? പോയാൽ എങ്ങോട്ട് പോകും? എവിടുന്ന് തുടങ്ങി? വാസ്തവത്തിൽ ഇല്ല. ഇല്ല എന്നുള്ളതിന്റെ തെളിവെന്താ? ആരംഭത്തിലില്ലായിരുന്നു, ഒടുവിലില്ലാതാകുന്നു. അങ്ങനെയുള്ളത് ഇടയ്ക്കുണ്ടെന്ന് തോന്നിയാലും ഇല്ലാത്തതാണ്. ഇതാണ് യുക്തി.